നമ്മളുടെ മെയിൻ ചാനലിൽ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസാപ്പ് പ്രൈം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പവർ ക്ലബ്ബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ കാര്യമൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വീഡിയോയില്. അപ്പൊ ആ ഒരു പവർ ക്ലബ്ബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് മിന്റിങ് യൂണിറ്റുകൾ പർച്ചേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോഫിറ്റ് നമുക്ക് മിന്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അഥവാ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഒട്ടു സമയങ്ങളുടെ നേരെ വീഡിയോ കാണാം. പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെന്തായാലും നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ കാണുക കേട്ടോ. അപ്പൊ ആ ഒരു വീഡിയോന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ മേലെ കാർഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, പോയിട്ട് കാണുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സേഫ് പാൽ അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ് വാലറ്റ്, ഡിയാബ് ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്ന ഏത് വാലറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സേഫ് പാൽ വാലറ്റ് യൂസ് ചെയ്യുക. കാരണം അതിനകത്ത് നമുക്ക് മൾട്ടി നെറ്റ്വർക്ക് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വാലറ്റ് കാര്യങ്ങളൊക്കെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം ഒരു പോസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്രിപ്റ്റോന്റെ വാട്സ്ആപ്പ് ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ യൂട്യൂബിന്റെ പോസ്റ്റിൽ ഞാൻ കൊടുത്തേക്കാം, എല്ലാത്തിലും കൊടുത്തേക്കാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ സേഫ് പാൽ വാലറ്റ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സേഫ് പാൽ വാലറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കുറെ നെറ്റ്വർക്ക്, BTC, എതേറിയം, പോളിഗൺ, അങ്ങനെ കുറെ നെറ്റ്വർക്ക് ഉണ്ടാവും. പോളിഗൺ നെറ്റ്വർക്കിലാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഹോം പേജിൽ വന്നിട്ട് ഇവിടെ മാനേജ് കോയിൻസിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, പോളിഗൺ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ പോളിഗൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാവും, പോൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് പോളിഗണിന്റെ USDT കൂടെ നമുക്ക് വേണം. അപ്പം USDT എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പോളിഗൺ USDT ഇതുണ്ടാവും, പോളിഗൺ USDT എന്ന് വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോളിഗൺ നെറ്റ്വർക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്തിട്ട് ഇതിനകത്ത് TNGD എന്ന് പറയുന്ന ടോക്കൺ ഉണ്ട്, ഇവരുടെ ടോക്കൺ ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത് കിടക്കുന്നത് കാണാൻ സാധിക്കും, ഇതുണ്ടോ, D9080A എന്ന് പറഞ്ഞിട്ട് അതും കൂടി എന്ത് ചെയ്യുക, പ്ലസ് ഇട്ടിട്ട് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 രൂപയുടെ 40 രൂപയുടെ പോളിഗണ് നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻസ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ നമ്മളെടുത്ത് ചോദിച്ചാൽ മതി. നമ്മളെ വാട്സപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾ എത്ര എമൗണ്ട് വെച്ചിട്ടാണോ എൻ്റർ ആവുന്നത് 80% USDTയും അതേപോലെ തന്നെ 20% ഇവരുടെ TNGD എന്ന് പറയുന്ന ടോക്കണുമാണ് വേണ്ടത് കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ $100 പാക്കേജ് ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 80 USDT പോളിഗൺ നെറ്റ്വർക്കിലുള്ളതും പിന്നെ അതുപോലെ തന്നെ $20 TNGD ടോക്കണുമാണ് വേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മളത് സെറ്റ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങളിത് കളക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യാൻ പറഞ്ഞില്ല, അതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിയാബ് ബ്രൗസറിൽ വരിക. എന്നിട്ട് ആ ലിങ്ക് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് പോളിഗൺ നെറ്റ്വർക്ക് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ രജിസ്റ്റർ ഇറ്റ്സ് ഫ്രീ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ വാലറ്റ് എല്ലാം കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ അതില് കൺഫേം കൊടുത്തതിന് ശേഷം ഇവിടെ ഫീ ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് പോളിഗൺ നെറ്റ്വർക്കുള്ള ഫീ വേണം, എന്നാലും ഇത് നമ്മൾ ഓപ്പൺ ആവുള്ളൂ. അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് സൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ മെയിൻ ഡാഷ്ബോർഡിലോട്ട് തന്നെ വരും. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രയൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത കേട്ടോ. അപ്പൊ ഞാനകത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ വരും, ഇതുണ്ടോ പവർ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഇതിൽ ജോയിന്റ് ഡേറ്റ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, പിന്നെ റാങ്ക് അൺറാങ്ക്ഡ് ആണ്. പിന്നെ ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് ടീം സൈസ് L1 R2 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് മെയിൻ ആയിട്ട് ബൈനറിയിലാണ് വർക്ക്ഔട്ട് ആവുന്നത്. പിന്നെ അതുപോലെ ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ലിങ്കും ലെഫ്റ്റ് ലിങ്കും നമുക്ക് എടുക്കാൻ സാധിക്കും നിങ്ങളൊരു ടീമും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 2 വാലറ്റും കൂടെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തിട്ട്
ഇതിന്റെ ലെഫ്റ്റ് ലിങ്ക് എടുത്തിട്ട് ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. റൈറ്റ് ലിങ്കും ഇതുപോലെ തന്നെ എടുത്തിട്ട് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് റൈറ്റ് ലിങ്ക് സെറ്റ് ചെയ്യുക. നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഐഡിന്റെ റെഫർ ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് ടീം ബിൽഡ് ചെയ്യുക. അപ്പൊ ഈ 3 ഐഡിയിലോട്ട് നിങ്ങൾക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് ടോട്ടൽ ഏൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതൊരു $25 ഒരാളെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു $25 മിന്റിംഗ് യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ എനിക്ക് ഇവിടെ $2.9 ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏണിംഗ് സീലിംഗ് കാണിക്കുന്നുണ്ട്. അതായത് $25 2 പാക്കേജാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 4x പ്രോഫിറ്റ് ആണ്. ഏകദേശം $200 ആണ് എനിക്ക് ക്യാപ് ലിമിറ്റ് വരിക. $200 വരെ എനിക്ക് ഇതിനകത്ത് വേറെ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും ഫില്ലാക്കാണ്ട് എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ താഴെ വരുന്ന സമയത്ത് നമുക്ക് പവർ യൂണിറ്റുകൾ കാണാം. $25 തൊട്ടിട്ട് നമുക്ക് $500 വരെയുള്ള പവർ യൂണിറ്റ് ഒരു ഐഡിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. 25-ന് 2 അല്ലെങ്കിൽ 3 നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഇതിലിവിടെ 25, 50, 100, 250, 500 നിങ്ങളെ വാലറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആക്ടിവേഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതിലിവിടെ ഡെയിലി മാച്ചിങ്ങിൽ ലെഫ്റ്റ് പവർ ലെഗ്, റൈറ്റ് പവർ ലെഗ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ റൈറ്റ് ലെഫ്റ്റ് മാച്ച് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 10% മാച്ചിങ് ബോണസ് 1:1 എന്ന അനുപാതത്തിൽ നിങ്ങൾക്ക് എവറി ഡേ മോർണിംഗ് 10:30 AM നിങ്ങളുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവും. പിന്നെ മാത്രമല്ല ഡാറ്റ ആയിട്ട് റെഫറൽ ചെയ്തിട്ട് നമ്മുടെ താഴെ വന്ന ഒരാൾ എത്ര രൂപയുടെ മിന്റിംഗ് യൂണിറ്റ് ആണോ പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ അതനുസരിച്ച് അതിന്റെ 5% നമുക്ക് USDTയും, അതായത് പോളിഗൺ നെറ്റ്വർക്കിലെ USDTയും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വാലറ്റിലോട്ട് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പൊ അതും നല്ലൊരു കാര്യമാണ്. കാരണം ഇവിടെ വാലറ്റിൽ കീപ്പ് ചെയ്യണതോ അല്ലെങ്കിൽ വിഡ്രോൾ ആയിട്ട് എടുക്കുന്ന കാര്യം ഒന്നും വരുന്നില്ല. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വരികയും അതുപോലെ തന്നെ ഒരു ഫീ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പൊ അത് നോക്കാം. പിന്നെ ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓപ്പൺ സ്വാപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിലുള്ള TNGD, ഇപ്പം TNGD എന്ന് പറയുന്ന ടോക്കൺ ഏകദേശം ഒരു $2.19 ഇപ്പൊ പ്രൈസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള TMGD, ഇപ്പൊ 20 TMGD ഉണ്ടെങ്കിൽ 20 കൊടുത്തു കഴിഞ്ഞാൽ 41 സംതിങ് USDT നിങ്ങൾക്ക് പോളിഗൺ നെറ്റ്വർക്കിലോട്ട് കിട്ടും. പോളിഗൺ നെറ്റ്വർക്കിൽ USDT നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ TNGD ടോക്കൺ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തിരിച്ച് സ്വാപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ മിന്റിംഗ് ഉണ്ട്. മിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവരി 15 ഡേയ്സിലാണ് നമുക്ക് മിന്റിംഗ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നത്. 365 ഡേയ്സിലോട്ട് 0.5% വെച്ചിട്ടാണ് നമുക്ക് ഡെയിലി മിന്റിംഗ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുക. എവരി 15 ഡേയ്സിൽ നമുക്ക് വിഡ്രോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ കൗണ്ട് ഡൗണും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബാൻ TNGD, അതുപോലെ റിവാർഡ് ട്രീ കാണാം. അതായത് നമ്മൾ റെഫർ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ബൈനറിയിലാണ് ഇത് ഈ ഒരു കൺസെപ്റ്റ് വർക്ക് ആവുന്നത്. അപ്പൊ നമ്മളുടെ താഴെ ആൾക്കാർ വന്ന് പ്ലേസ് ആവുന്നതിന്റെ ട്രീയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പം ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്കിവിടെ സൈഡിൽ ഇവിടെ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, മാനുവലായിട്ട് നമുക്ക് ഇവിടെ ട്രേഡ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ അതിനകത്ത് സൈൻ ഇൻ ചെയ്യാം. ഇതുണ്ടോ, $2.19 ആണ് പ്രൈസും കാര്യങ്ങളൊക്കെ. മാനുവലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെൽ ഓർഡർ ഇട്ടിട്ട് അങ്ങനെ സെല്ലാക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണൽ വന്നിട്ട് ചോദിക്കാൻ മറക്കരുത്. കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള കൺസെപ്റ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.